അപ്പൊ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് പുതിയ വീഡിയോ ഒന്നല്ല കേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേയുടെ. അപ്പൊ ആ ബർത്ത്ഡേയുടെ കണ്ടിന്യൂഷൻ പാർട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ ലൈറ്റ് നൈറ്റ് പാർട്ടിയാണ് കേട്ടാ. പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, ലൈറ്റ് നൈറ്റ് ചെറിയൊരു ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വേറെ ആരുമില്ല, തറവാട്ടിൽ നിന്ന് അച്ഛനമ്മേനും വിളിച്ചിട്ടുണ്ട്. അവര് ചിലപ്പോ വരും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിയേട്ടന് 10:45 ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു. കുട്ടി പട്ടാളങ്ങള് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കുട്ടികളല്ലേ. അപ്പോ ഇന്ന് നമ്മള് ബാക്കിയുള്ള ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യാൻ പോവാം. അപ്പൊ നമ്മളൊരു ചെറിയൊരു ബാനറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കുഞ്ഞാരുമാമനുണ്ട് ഇവിടെ. നമുക്കപ്പോ ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യണം. അതിന്റെ ഇടയിൽ നമ്മള് പാർട്ടി മറ്റേ ഇവർക്ക് ഹാപ്പി ബർത്ത്ഡേയുടെ തൊപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ച് നടക്കലായിരുന്നു ഇവരെ മെയിൻ പരിപാടി. അപ്പോ നമുക്ക് എന്തായാലും അതൊക്കെ നശിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം. നമ്മുടെ ബാക്കിൽ ഈ സെറ്റ് കിടക്കില്ലേ, ഈ സെറ്റ് അവിടെയാണ് നമ്മള് ഉദ്ദേശിച്ചിട്ടുള്ളത് ബാനറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാളുമ്മൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുമ്പോ അതിന്റെ പെയിന്റ് വരെ ഇളകി പോരും. അപ്പൊ നമുക്കത് കട്ടനും ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി അതാ. അഭിയേട്ടൻ വരുമ്പോഴേക്കും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അഭിയേട്ടൻ വന്നു കഴിഞ്ഞിട്ട് നമുക്കത് കേക്ക് മുറിച്ചിട്ട് ബാക്കിയുള്ള സെലിബ്രേഷൻ. അവിടെ ഞങ്ങൾ സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞാരുമാമൻ അപ്പൂ വാവ ഏതോ കാട്ടിൽ പോയി കിടക്കുന്നുണ്ട്. വാവ കറണ്ട് ബില്ല് കൂട്ടും. അപ്പൊ ബാക്കിയുള്ള പരിപാടികൾ വേഗമായി നമുക്ക് അതിന്റെ ഐറ്റംസ് എടുത്തിട്ട് വരാം. നമ്മള് റൂമിലാണ് വെച്ചിട്ടുള്ളത്, കുഞ്ഞാരുമാമന്റെ റൂമിലാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടാ, അല്ല എന്തൊക്കെയോ വീണു. ഇതാണ്, ഈ ബാനറാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ 2 തൊപ്പി, പിന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പൊ നമുക്ക് ഇത് എന്തായാലും കൊണ്ടുപോയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ എന്നാ കുഞ്ഞാരുമാമൻ പണി തുടങ്ങിക്കോ. എന്നാ കുഞ്ഞാരുമാമൻ പണി തുടങ്ങിക്കോ. ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കർ, ഇത് വീർപ്പിച്ചിട്ട് ബലൂൺ വീർപ്പിച്ചിട്ട് നമ്മുടെ നമുക്ക് ഇത് ആദ്യം മാറ്റിക്കാം. ഇത് ഇത് മാറ്റാം. അപ്പൊ എന്നിട്ട് രണ്ട് തരം ബാനർ ഉണ്ട്, പിന്നെ ബലൂൺസ് ഉണ്ട്, പിന്നെ ഇതുണ്ട്. അതിനിവിടെ തിക്കും തിരക്കും ബഹളായി. ഇവന്മാരെ ഉറങ്ങിയിട്ട് ചെയ്യാൻ നല്ലതായിരുന്നത്, ഇവന്മാരോട് പറയണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി ഊതി വീർപ്പിക്കണം. അതിന് മുന്നേ നമുക്ക് ഈ സെറ്റ് ഇവിടുന്ന് മാറ്റിയിടാം. ഓക്കെ ഓക്കെ. ബലൂണൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഓരോരുത്തര്. അപ്പൊ കുഞ്ഞാരുമാമൻ അതിവിദഗ്ധമായി നമ്മുടെ സെറ്റ് നീക്കുന്നുണ്ട്. വാവാ അതൊക്കെ അവിടെ വെച്ചോ. കട്ടൻ ഇട്ടിട്ടുണ്ട്.
ഇതിലെ ക്യാമറാമാൻ നമ്മുടെ അപ്പുക്കുട്ടനാണ്. അപ്പോൾ അപ്പുക്കുട്ടൻ ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അഭേട്ടനില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. അഭേട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നേനെ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ടായാലും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരുക്കങ്ങൾ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ. നമ്മളങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞില്ലേ, അത്രയും അധികം ആർഭാടായിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ല. പിന്നെ കുട്ടികളുടെ ഒരു ഇഷ്ടമല്ലേ, ആ ഇഷ്ടമൊന്നും അങ്ങോട്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി. സംഭവം ഇത് കുഴപ്പമില്ല. ഈ ബാനർ കെട്ടാനും അതേപോലെ തന്നെ ഈ ടോയ്സ്, ഈ ഹാപ്പി ബർത്ത്ഡേയുടെ ചെറിയ ഇതിൽ അതൊക്കെ വീർപ്പിക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു. പക്ഷെ ബലൂൺ ഒരു രക്ഷയില്ല കേട്ടോ. ബലൂൺ നമ്മുടെ അടപ്പളകും, ചങ്കിൻ്റെ ഒക്കെ കാറ്റ് പോകുന്നൊക്കെ പറയില്ലേ, അതേപോലെയായിരുന്നു. ശ്വാസകോശം സ്പോഞ്ച് പോലെയായി ബലൂൺ ഊതി വന്നപ്പോൾ. നമ്മുടെ ഹാപ്പി ബർത്ത്ഡേയുടെ HAPPY BIRTHY അതൊക്കെ നമ്മളെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനും കുഞ്ഞാലിമാമനൊക്കെ കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾ ഡബിൾ സൈഡ് ടാപ്പേ ആദ്യത്തേതിൽ തന്നെ ആക്രാന്ത പുരസ്കാരം വാരി കോരി ഒട്ടിച്ചു. അപ്പോൾ എന്തായി, നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ഒട്ടിക്കാൻ പിശിക്കണ്ട വന്നു കേട്ടോ ഡബിൾ സൈഡ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ കർട്ടനുമല്ലേ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം അത് മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അവസാനം ഞാൻ കുറച്ച് സ്റ്റാപ്ലെയറൊക്കെ കൊണ്ടുവന്നിട്ട് അടിക്കുക ചെയ്തത്. കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ തുണിയല്ലേ, തുണിമെന്ന് നമുക്ക് സ്റ്റാപ്ലെയർ എടുക്കാൻ കിട്ടും, ശരിയാക്കാം. ഇപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ. അപ്പോൾ കുഞ്ഞാരുമാമ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, അതിൽ ചെയ്യുന്ന പോലെ ചെയ്യും. അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാനർ മേടിച്ചപ്പോൾ അതിലൊരു ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാലും ഒന്ന് സെറ്റ് ചെയ്ത്, ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചവറ് പോലെ വാരി വലിച്ച് വാരിയിട്ട് അങ്ങനെ കേട്ടോ. എനിക്ക് വലിയ പെർഫെക്ഷനും കാര്യങ്ങളൊന്നുമില്ല, വേഗം പണി തീർക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മങ്കിക്കുട്ടന്മാരെയും പശുമ്പ അവനൊക്കെ ഇല്ലേ, അവനൊക്കെ നമുക്ക് ശരിയാക്കണം. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ, ഇത്തിരി ഭീകരതയുണ്ട്. ഈ ഡബിൾ സൈഡ് ടാപ്പ് മര്യാദയ്ക്ക് ഒട്ടൂല ഒന്നാമത്തത്. പിന്നെ ഇത്തിരി നേരം ഒട്ടിയിരുന്നാലും അവൻ വീണ്ടും പഴയ സ്വഭാവം എടുക്കും, അടർന്ന് വീഴും. ആദ്യം വല്ല ചുമരുമ വെക്കാമെന്ന് വിചാരിച്ചേ, പക്ഷേ ചുമരുമ വെച്ചിട്ടുണ്ടെങ്കിലേ അതുമെന്ന് ആ പെയിൻറ്റ് ഇളകിപ്പോയിരുന്നു പറഞ്ഞിട്ടാ ഇങ്ങനൊരു സാഹസം ചെയ്തത്. കുഴപ്പമില്ല, ബർത്ത്ഡേ കഴിയണവരെ ഒന്ന് നിന്നാൽ മതി അത്. അപ്പം എന്നെ സഹായിക്കാൻ അപ്പുകൂട്ടനൊക്കെ ഉണ്ട് കേട്ടോ. വാവ വന്നു, പിന്നെ വാവ ഇത്തിരി മടിയനായ കാരണം വാവ അങ്ങോട്ട് തന്നെ പോയി. പിന്നീട് നിങ്ങൾ കാണുന്നത് ആവേശകരമായ ബലൂൺ വീർപ്പിക്കലാണ്. കുഞ്ഞാന് പറ്റണില്ലാന്ന്, വയ്യാണ്ടായി. മര്യാദയ്ക്ക് ആ പമ്പ് അവിടെ ഇരുന്ന് നടന്നതിന് അത് അഭിയായിട്ട് അങ്ങോട്ട് എടുത്തോണ്ട് കൊടുത്തു. അല്ലെങ്കിൽ ആ പമ്പ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കായിരുന്നു. ഇത് കാണുന്ന അത്ര ഭംഗിയുള്ള പരിപാടിയല്ല കേട്ടാ ഈ വീർപ്പിക്കൽ. തുടക്കത്തിലേ വീർപ്പിച്ചപ്പോൾ നമ്മുടെ അപ്പുകൂട്ടൻ ഞാൻ ചീത്ത പറയാട്ടാ. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഊതി വീർപ്പിച്ച് വെച്ചുള്ള സാധനം അവൻ പൊട്ടിക്കാൻ നിൽക്കണ്. അപ്പോൾ പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ല. ഇത്രയും അധികം ശ്വാസകോശം സ്പോഞ്ചാക്കിയിട്ട് ഊതി വീർപ്പിച്ച സാധനം കുത്തി പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അപ്പുകൂട്ടനോട് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത്തിരി ചീത്ത പറഞ്ഞു ഞാൻ അപ്പുകൂട്ടനെ. അപ്പോൾ അപ്പുകൂട്ടന് മനസ്സിലായി. എന്നുവെച്ചാൽ ഞങ്ങളുടെ അവസ്ഥ അതേപോലെ വൈകുന്നേരം 10:45 11 മണി വരെ ഞാൻ അഭിയേട്ടൻ വരുന്നവരെ ഉറങ്ങാണ്ടിരിക്കുന്നതാണ്. പക്ഷേ ബലൂണൊക്കെ ഊതി വീർപ്പിച്ചെത്തിയപ്പോഴേ മനുഷ്യൻ്റെ കാറ്റ് പോയി മാത്രമല്ല, മൊത്തത്തിലൊരു ആലസ്യം എന്ന് പറയുക, ഒരു ആകാശത്ത് പറന്ന് നടക്കണ ഒരു ഫീലായിരുന്നു. കഞ്ചാവ് അടിച്ചൊരു ഫീല്. കഞ്ചാവ് ഞാൻ അടിച്ചിട്ടില്ല, എന്നാലും അതേപോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. മൊത്തത്തിലൊരു ഇളക്കം തലയ്ക്ക് അതുള്ളതാണല്ലോ അല്ലേ. കുഴപ്പമില്ല. അങ്ങനെ നോക്കി വരുമ്പോൾ നമ്മുടെ ലൈറ്റ് പിന്നെയും ബ്ലിങ്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്.
അയ്യോ ബലൂൺ ഉരുപ്പിച്ചിട്ടേ ഇവിടെയൊക്കെ പോയി, മൊത്തത്തിൽ കാറ്റ് പോയി. അങ്ങനെ കാത്തിരുന്ന് അഭിയേട്ടൻ വന്നിട്ടുണ്ട്. സമയം ഇപ്പൊ ഒരു 11 മണി. ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ മേലേക്ക് പോയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമായിട്ട് നമുക്ക് നമ്മുടെ കേക്ക് എടുത്തിട്ട് വേഗം കട്ട് ചെയ്യാ, കട്ടയിൽ മുറിക്കലൊക്കെ ഒന്നല്ലേ, മുറിച്ചിട്ട് വേഗം കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പൊ വേഗം നമുക്ക് കേക്ക് എടുക്കാം. ആവശ്യമായിട്ടാ കേക്ക് എടുത്തോ. ഇവിടെ തൊപ്പിയൊക്കെ വെച്ചു. അപ്പോഴേക്കേന്നു രണ്ടാൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ നോക്കിയേ. ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ അത്? വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പിള്ളേര് നല്ല ഡബിൾ ഹാപ്പി. അവിടെ അച്ഛനമ്മനെ വിളിച്ചാ അവര് കിടന്നുണ്ടാവും. അപ്പൊ നോക്കിയേ നമ്മുടെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടില്ലേ? അപ്പൊ എന്തായാലും നമ്മൾ കട്ട് ചെയ്യാൻ പോവാട്ടാ. അവരുടെ വയലിൽ വെച്ചോട്ടെ, മാവന്റെ വയല് അപ്പുന്റെ അപ്പു അവരുടെ വയലിൽ വെച്ചോട്ടെ. നിക്ക് ആ ബാബ അപ്പുന്റെ വയലിൽ വെച്ചോട്ടെ. വെച്ചോട്ടെ മാവന്റെ വയല് ബാബ ബാബ അപ്പുന്റെ വയലിൽ വെച്ചോട്ടെ. സത്യം പറയാലോ, എങ്ങനെയൊക്കെയോ കേക്ക് മുറിച്ചു. വായിൽ വെച്ച് കൊടുക്കലൊന്നുമില്ല. അബിയേട്ടൻ പറയുന്നുണ്ട് അത് വായിൽ വെച്ചെടുക്കും, ഇങ്ങനെ കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നൊക്കെ. എവിടെ ടീമുണ്ട്, ആ ടീം ഒറ്റയ്ക്ക് വാരത്തിനുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു, ഞാനും ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് തന്നെ വാരി കഴിച്ചു. അപ്പോൾ അടിപൊളിയായി. ഇന്നത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ മുന്നേ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. കുട്ടികൾ ഡബിൾ ഹാപ്പിയാണ്. ഡബിൾ എന്ന് പറഞ്ഞാൽ ഡബിളൊന്നുമല്ല, ത്രിബിൾ ഹാപ്പിയാണ്. അപ്പോൾ ലാസ്റ്റായപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കൈയിട്ട് വരാം. അപ്പോൾ നോക്കിയേ, ചെറിയ കേക്കായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ ധാരാളം. ഒന്നാമത് കുട്ടികൾക്ക് കേക്കും മിഠായൊന്നും അധികം കൊടുക്കലില്ല. കപക്കെട്ടും കാര്യങ്ങളൊക്കെ മാറി വരുന്നുള്ളൂ.
പിന്നെ നേരം ഈ ഹോസ്പിറ്റലിൽ പോകേണ്ടി നിൽക്കണ്ടേ. അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കൽ എന്നെ നിർത്തിയപ്പോൾ തന്നെ പകുതി അസുഖം കുറഞ്ഞ പോലെയാണ്. അങ്ങനെ എനിക്കുള്ള കഷ്ണം മേടിച്ചു. ബാക്കി ഞാൻ ഇനി കട്ട് ചെയ്യുന്നിട്ടാ. എന്തായാലും നമുക്കിനി എല്ലാവർക്കും കഴിക്കണ്ടേ. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ 4-5 പേർക്ക് കഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ കഴിക്കാൻ ലാവിഷാട്ടാ സംഭവം. ഇന്നത്തെ ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. ഇത്തിരി നേരം വൈകിയാൽ എന്താ, അഭിയേട്ടനെ കാത്തിരുന്ന് നേരം വൈകിയാലും കുഴപ്പമില്ല. നമ്മളെ പാർട്ടി അല്ലല്ലോ ഫംഗ്ഷൻ. കുട്ടികൾ ഉറങ്ങാണ്ട് അത്ര നേരം ഇരുന്നു. നമ്മൾ തന്നെ 11 മണിയൊക്കെ ഇങ്ങനെ വല്ല ഫംഗ്ഷൻ ഉള്ളപ്പോഴാട്ടാ കാണൽ തന്നെ. അങ്ങനെ നമ്മുടെ ലേറ്റ് നൈറ്റ് ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ എന്തായാലും പോയി കിടന്നുറങ്ങാൻ പോകും. കുറെ നേരം ഇപ്പോഴേക്ക് 11:30-12 മണി ആയിട്ടുണ്ട് കേട്ടോ. അഭിയേട്ടൻ വരെ നേരം വൈകി, അത് കാരണമാണ്. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയും കൂടി അടിപൊളിയാക്കാം കേട്ടാ. ഇത് അടിപൊളി തന്നെയായിരുന്നു. എന്നാലും നമുക്കിനി കാലത്ത് വെക്കാം. ഇതിപ്പോ രാത്രി ആയി കാരണം കുറച്ചൊരു ഇത് എല്ലാവരും വിളിച്ച് നമുക്കൊന്ന് ഉഷാറാക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.